വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്. അതിലെ ചാപ്റ്റർ 2 ലൈഫ് ഗിവിംഗ് വാട്ടർ, ജീവൻ നൽകുന്ന ജലം, ജീവജലം. ഇവിടെ ന്യൂസ് പേപ്പേഴ്സ് ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തിനെക്കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് പറയുന്നതെന്ന് നോക്കൂ കൂട്ടുകാരെ. പ്രസൻസ് ഓഫ് വാട്ടർ ഡിറ്റക്റ്റഡ് ഇൻ ദ മൂൺ, ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി. ഡ്രാഫ്റ്റ്, പാഡി ഫീൽഡ് ടേൺ ഡ്രൈ, വരൾച്ച, നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങി. ചെക്ക് ഡാം ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ, പീപ്പിൾ ഡിലൈറ്റഡ്, തടയണ നാടിന് സമർപ്പിച്ചു, ജനങ്ങൾ ആഹ്ലാദത്തിൽ. റണ്ണിംഗ് ഹെൽട്ടർ സ്കെൽട്ടർ ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ, കുടിവെള്ളത്തിനായി നെട്ടോട്ടം. കംപ്ലൈൻറ്റ്സ് ഓഫ് കളക്ടിംഗ് എക്സസ് റേറ്റ്സ് ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈഡ്, വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് അമിത വില ഈടാക്കുന്നതായി പരാതി. ഫ്ലഡ്സ്, ഡെത്ത് ടോൾ ഓൺ ദ റൈസ്, വെള്ളപ്പൊക്കം, മരണസംഖ്യ ഉയരുന്നു. പൊല്യൂഷൻ, ഡെഡ് ഫിഷ് ഫ്ലോട്ട് ഇൻ റിവർ, മലിനീകരണം, പുഴയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്, വാട്ടർ ലെവൽ ഫാൾസ് ഇൻ വെൽസ്, സ്റ്റഡി റിപ്പോർട്ട്. പുഴകളിലെ മണൽവാരൽ, കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു, പഠനം. These are some of the headlines in newspapers. പത്രങ്ങളിൽ കണ്ട ഏതാനും വാർത്തകളുടെ തലക്കെട്ടുകളാണ് ഇവ. Isn't it due to the great importance of water in daily life that newspapers are always flooded with news related to it? ജലത്തിന് നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ എന്നും നിറയുന്നത്. What do we use water for? Record them in the science diary. നാം എന്തിനെല്ലാമാണ് ജലം ഉപയോഗിക്കുന്നത്? കൂട്ടുകാർ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. For drinking, കുടിക്കാൻ. For cooking food, ആഹാരം പാകം ചെയ്യാൻ. For agriculture, കൃഷി ചെയ്യാൻ. For washing vessels, പാത്രങ്ങൾ കഴുകാൻ. For washing clothes, വസ്ത്രങ്ങൾ അലക്കാൻ. Can we use anything other than water for these purposes? ഈ ആവശ്യങ്ങൾക്ക് ജലത്തിനു പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ? Pure water is colorless, odorless and tasteless. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. What are the other properties of water? ജലത്തിന് മറ്റെന്തെല്ലാം സവിശേഷതകളാണുള്ളത്? Making use of the pictures and table given below, discuss the properties of water and record them in the science diary. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും പട്ടികയും പ്രയോജനപ്പെടുത്തി ജലത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ജലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ചിത്രം നോക്കി പറയൂ കൂട്ടുകാരെ. ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു, കുടിക്കാനായി ഉപയോഗിക്കുന്നു, വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്നു, പാത്രങ്ങൾ കഴുകാൻ, അല്ലേ? ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ വെള്ളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടേബിൾ നോക്കൂ കൂട്ടുകാരെ. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് യൂസ്ഡ്, ജലത്തിൻ്റെ സവിശേഷതകൾ, ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ഡിസോൾവ് സബ്സ്റ്റൻസസ്, വസ്തുക്കളെ ലയിപ്പിക്കുന്നു. ഈ സവിശേഷത ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണ്? ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ. ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അലക്കാൻ. ടു പ്രിപ്പയർ മെഡിസിൻസ്, മരുന്നുകൾ ഉണ്ടാക്കാൻ.
സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഫ്ലോസ്, ഒഴുകാനുള്ള പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ക്യാരിഡ് ത്രൂ പൈപ്സ്, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ. ഫോർ ഇലക്ട്രിസിറ്റി, കറണ്ട് ഉണ്ടാക്കാനായിട്ടും നമ്മൾ ജലത്തിൻ്റെ ഒഴുകുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. തേർഡ് പ്രോപ്പർട്ടി ഇറ്റ് ക്യാരീസ് ഹീറ്റ്, താപം വഹിക്കാൻ കഴിയുന്നു. ഈ പ്രോപ്പർട്ടിയെ യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഫോർ കുക്കിംഗ്, പാചകം ചെയ്യാൻ. ആസ് എ കൂളൻ്റ് ഇൻ വെഹിക്കിൾസ്, വാഹനങ്ങളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, ജലത്തിന് നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ക്യാൻ ബി കളക്റ്റഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്, വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കാൻ കഴിയുന്നു. ക്യാരിഡ് ത്രൂ പൈപ്സ്, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ. എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ക്യാൻ മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം, ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. ക്യാൻ മേക്ക് ഐസ്, ഐസ് ഉണ്ടാക്കാൻ ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ്? ഡിസോൾവ് സബ്സ്റ്റൻസസ്, ഫ്ലോസ്, ക്യാരീസ് ഹീറ്റ്, ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, takes the shape of the container, exists in solid, liquid and gaseous state. Do all substances dissolve in water? എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ അലിഞ്ഞു ചേരുമോ? നമുക്ക് നോക്കാം. Soluble and insoluble substances. Examine the conversation between Hasib and Anand after stirring sugar and sand in water taken in separate glass tumblers. പഞ്ചസാരയും മണലും ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് ഇളക്കിയ ശേഷം ഹസീബും ആനന്ദും തമ്മിൽ നടത്തിയ സംഭാഷണം ശ്രദ്ധിക്കൂ. ഹസീബ്: The sugar that I put into the tumbler has disappeared. ഞാൻ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലല്ലോ. ആനന്ദ്: The sand that I put into the tumbler remains as such. ഞാൻ ഗ്ലാസ്സിലിട്ട മണൽ അതുപോലെ കിടക്കുന്നു. Let us try the experiment done by Hasib and Anand. ഹസീബിൻ്റെയും ആനന്ദിൻ്റെയും പരീക്ഷണം നമുക്കും ചെയ്തു നോക്കാം. Take salt, sand, sugar, kerosene, coriander powder, potassium permanganate, sugar candy, chili powder, coconut oil, blue vitriol അതായത് hydrated copper sulfate, stone and glycerin in separate glass tumblers. Add water and stir each of them. Salt, ഉപ്പ്, sand, മണൽ, sugar, പഞ്ചസാര, കെറോസിൻ, മണ്ണെണ്ണ, കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഷുഗർ കാൻഡി, കൽക്കണ്ടം, ചില്ലി പൗഡർ, മുളക് പൊടി, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ബ്ലൂ വിട്രിയോൾ, തുരിശ്, സ്റ്റോൺ, കല്ല്, ഗ്ലിസറിൻ എന്നിവ വെവ്വേറെ ഗ്ലാസുകളിലെ വെള്ളത്തിൽ ചേർത്ത് ഇളക്കി നോക്കൂ. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻസ്. നിരീക്ഷണം പട്ടികപ്പെടുത്തൂ. വാട്ടർ സോളുബിൾ, വാട്ടർ ഇൻസോളുബിൾ. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. ഏതെല്ലാമാണ് വാട്ടറിൽ സോളുബിൾ ആവുന്നത്? സോൾട്ട്, ഷുഗർ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഷുഗർ കാൻഡി, ബ്ലൂ വിട്രിയോൾ അതായത്
ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്, ഗ്ലിസറിൻ. ഏതൊക്കെയാണ് വാട്ടർ ഇൻസോളബിൾ? സാൻഡ്, കെറോസിൻ, കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, കോക്കനട്ട് ഓയിൽ, സ്റ്റോൺ. Solute, solvent, solution. A substance which dissolves is called solute, and that in which the solute dissolved is called solvent. ലയിക്കുന്ന വസ്തുവിനെ സൊല്യൂട്ട് എന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ സോൾവെന്റ് എന്നും പറയുന്നു. Solution is that which is formed when solute dissolves in a solvent. സൊല്യൂട്ട് സോൾവെന്റിൽ ലയിച്ചുണ്ടാകുന്നതാണ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻ ഷുഗർ സൊല്യൂഷൻ, ഷുഗർ ഈസ് ദ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് ദ സോൾവെന്റ്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര സൊല്യൂട്ടും വെള്ളം സോൾവെന്റുമാണ്. You have observed the dissolution of certain solids and liquids in water. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. ഗ്യാസസ് ഓൾസോ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു ഗീവ് സൊല്യൂഷൻസ്. വാതകങ്ങളും ജലത്തിൽ ലയിച്ചു ചേർന്ന് ലായനികൾ ഉണ്ടാകാറുണ്ട്, അതായത് സൊല്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. Let us open a soda bottle. Don't you see gas bubbles rising up while opening a soda bottle? നമുക്കൊരു സോഡ കുപ്പി തുറന്നു നോക്കാം. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നത് കാണുന്നില്ലേ കൂട്ടുകാർ? ഇറ്റ് ഈസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് dissolved in water that comes up in the form of bubbles. ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കുമിളകളായി പുറത്തു വരുന്നത്. If so, what is the solute in soda water? എങ്കിൽ സോഡാ വെള്ളത്തിലെ സൊല്യൂട്ട് ഏതാണ്? എന്താ സംശയം? കാർബൺ ഡൈ ഓക്സൈഡ് ലേ. The oxygen dissolved in water is what fish and various other creatures living in water breathe. മത്സ്യങ്ങളും മറ്റു പല ജീവികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. Complete the table writing separately the solute and solvent in each solution. വിവിധ സൊല്യൂഷനുകളിലെ സൊല്യൂട്ട്, സോൾവെന്റ് എന്നിവ വേർതിരിച്ച് പട്ടികയിൽ എഴുതാം. സൊല്യൂഷൻ, സൊല്യൂട്ട്, സോൾവെന്റ്. ആദ്യത്തെ സൊല്യൂഷനാണ് ഷുഗർ സൊല്യൂഷൻ. അതിലെ സൊല്യൂട്ട് ഷുഗർ, സോൾവെന്റ് വാട്ടർ. രണ്ടാമത്തെ സോൾട്ട് സൊല്യൂഷൻ. അതിലെ സൊല്യൂട്ട് സോൾട്ട്, സോൾവെന്റ് വാട്ടർ. സോഡ വാട്ടർ. അതിലെ സൊല്യൂട്ട് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സോൾവെന്റ് വാട്ടർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അതിലെ സൊല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോൾവെന്റ് വാട്ടർ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതിലെ സൊല്യൂട്ട് കോപ്പർ സൾഫേറ്റ്, സോൾവെന്റ് വാട്ടർ. അപ്പോൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? ഷുഗർ, സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കോപ്പർ സൾഫേറ്റ് എന്ന സൊല്യൂട്ട് എല്ലാം വാട്ടർ എന്ന സോൾവെന്റിൽ സോളുബിളാണ്. യൂണിവേഴ്സൽ സോൾവെന്റ്. Is it in water that more substances dissolve? കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ജലത്തിലാണോ? Complete the table after doing the experiment. പരീക്ഷിച്ച് നോക്കി പട്ടിക പൂർത്തിയാക്കൂ. സോൾവെന്റ്, സൊല്യൂട്ട്. ഏതൊക്കെ സോൾവെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്? വാട്ടർ, വെള്ളം, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, കെറോസിൻ, മണ്ണെണ്ണ. ഏതെല്ലാം സൊല്യൂട്ടാണ് കൊടുത്തിട്ടുള്ളത്? ഷുഗർ, പഞ്ചസാര, സോൾട്ട്, ഉപ്പ്, ബ്ലൂ വിട്രിയോൾ അതായത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്, ജാഗരി, ശർക്കര, ഷുഗർ കാൻഡി, കൽക്കണ്ടം,
പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്നിവയാണ് സൊല്യൂട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. വാട്ടർ എന്ന സോൾവെന്റിൽ ഈ എല്ലാ സൊല്യൂട്ടും ഡിസോൾവ് ആകുമോ? തീർച്ചയായിട്ടും ഡിസോൾവ് ആകും അല്ലേ? പക്ഷേ കോക്കനട്ട് ഓയിലും കെറോസിനിലും ഈ സൊല്യൂട്ട് ഒന്നും ഡിസോൾവ് ആവില്ല. Which is the liquid in which most substances dissolve? ഏതു ദ്രാവകത്തിലാണ് കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത്? വാട്ടർ അല്ലേ? വെള്ളത്തിലാണ്. Do all water soluble substances dissolve in other liquids? ജലത്തിൽ ലയിക്കുന്ന എല്ലാ വസ്തുക്കളും മറ്റു ദ്രാവകങ്ങളിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? വാട്ടർ ഈസ് എ സോൾവെന്റ് which dissolves a large number of substances. Hence, water is called the universal solvent. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ്, ഒരു സോൾവെന്റ് ആണ് ജലം, വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം, അതായത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. What are the benefits of water being a universal solvent? ജലം സാർവിക ലായകമായതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, ആഹാരത്തിൽ ഉപ്പു ചേർക്കാനും, അതുപോലെ സോഡാ വാട്ടർ ഉണ്ടാക്കാനും മരുന്നുണ്ടാക്കാനുമെല്ലാം ജലം പ്രയോജനപ്പെടുന്നു. Let us discuss some other properties of water. ജലത്തിൻ്റെ മറ്റ് വിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. വാട്ടർ ലെവൽ. Make an arrangement as shown in the figure. ചിത്രത്തിലേതുപോലുള്ള ഒരു സംവിധാനം നിർമ്മിച്ചു നോക്കൂ. Cut 2 plastic bottles into equal size. 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. Put a hole at the base of each of these bottles. അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരം ഇടണം. Insert the ends of a mason pipe into each of the holes, closing them without leakage using an adhesive. ഒരു മേസൺ പൈപ്പ് ദ്വാരത്തിൽ കടത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശ കൊണ്ട് അടയ്ക്കുക. Add water to fill one bottle completely. ഒരു കുപ്പിയിൽ നിറയെ വെള്ളമൊഴിച്ചു നോക്കൂ. What do you observe? നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? Are the water levels in the 2 bottles the same? 2 കുപ്പികളിലും ജലവിധാനം തുല്യമാകുന്നില്ലേ? തുല്യമാകുന്നുണ്ട് അല്ലേ? Remove some water from one of the bottles. Does the water level of the other bottle change now? ഒരു കുപ്പിയിൽ നിന്ന് അല്പം വെള്ളം നീക്കം ചെയ്യൂ. മറ്റേ കുപ്പിയിലെ ജലനിരപ്പിനു മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരുന്നുണ്ട് അല്ലേ? What is the change observed in the level of water when some sand is put into one of the bottles? ഒരു കുപ്പിയിൽ കുറച്ച് മണലിടുമ്പോൾ ജലവിധാനത്തിൽ എന്തു മാറ്റമാണ് കാണുന്നത്? 2 കുപ്പിയിലെയും വെള്ളം ഒരു ലെവലിലേക്കല്ലേ ഒരേ വിധാനത്തിൽ എത്തി നിൽക്കുന്നു. Now, remove the sand in small quantities using a spoon. Observe the change in water level. Does the water level fall? ഇനി മണൽ അല്പാൽപമായി സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുത്തു നോക്കൂ. ജലവിധാനത്തിലുള്ള മാറ്റം നിരീക്ഷിക്കൂ. ജലവിധാനം താഴുന്നില്ലേ? എന്താണ് കാരണം? വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ജലം വിധാനം പാലിക്കുന്നു. When groundwater is collected in large quantities for industrial and commercial purposes, it results in the depletion of water level. This leads to the fall of water level in wells in the neighborhood. വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനകൾക്കുമായി വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിധാനം കുറയാനിടവരുന്നു.
Repeat this experiment after connecting 4 or 5 bottles together. 4-5 കുപ്പികൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു നോക്കൂ. Substances that sink and those which float. Mubasira is experimenting by putting a block of wood in water. മരക്കഷ്ണം വെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് മുബഷിറ. You can see the block of wood floating. Do all substances float on water like this? മരക്കഷ്ണം പൊങ്ങിക്കിടക്കുന്നത് കണ്ടല്ലോ. എല്ലാ വസ്തുക്കളും ഇതേപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ? Try the experiment putting some familiar objects in water. Write your observations in the science diary. നമുക്കറിയാവുന്ന ചില വസ്തുക്കൾ വെള്ളത്തിലിട്ട് പരീക്ഷിച്ചു നോക്കൂ. കൂട്ടുകാർ നിരീക്ഷണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം. Objects that float on water. Objects that sink in water. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ, ജലത്തിൽ താഴ്ന്നു പോകുന്നവ. ഏതെല്ലാം ഒബ്ജക്ട്സ് ആണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നവ? വുഡ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, പേപ്പർ, ബലൂൺ. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നവ? സ്റ്റോൺ, അയൺ റോഡ്, കോയിൻ, സ്പൂൺ. You have now understood that several objects float on water. പല വസ്തുക്കളും ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. Have you come across any instance in which we make use of this property? വസ്തുക്കളുടെ ഈ പ്രത്യേകത നാം പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ കൂട്ടുകാർക്കറിയാമോ? Learning to swim holding on to a plantain stem. വാഴത്തണ്ടിൽ കിടന്ന് നീന്തൽ പഠിക്കുന്നു. Carrying articles on a raft. ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതുപോലെ ഏതെങ്കിലും സന്ദർഭങ്ങൾ കൂട്ടുകാർക്കറിയാമെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാം.